Hi everyone, ഞാൻ സ്വാതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ വീഡിയോസിൻ്റെ കമൻസ് ആയിട്ട് വരുന്നതും മെയിൽസ് ആയിട്ടും DM ആയിട്ടൊക്കെ വരുന്ന മെസ്സേജ് നോക്കുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഈ റിപ്പീറ്റ് ഇയറിലേക്കുള്ള ഒരു പ്രോപ്പർ സ്റ്റഡി റുട്ടീൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരുമോ. രണ്ടാമത്തെ കാര്യം, ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പഠിച്ചു തീർക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ളത്. സോ ഈ വീഡിയോയിൽ എനിക്ക് MBBS നേടിത്തന്ന ഒരു പ്രോപ്പർ സ്റ്റഡി റുട്ടീൻ എന്തായിരുന്നു എന്നും അതുപോലെ തന്നെ എനിക്ക് ബാക്ക്ലോഗ്സ് വന്ന സമയത്ത് ഞാനത് എങ്ങനെ കവർ ചെയ്തു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എനിക്ക് ഒരു ഗവൺമെൻറ് MBBS സീറ്റ് നേടിത്തന്ന ഒരു പ്രോപ്പർ സ്റ്റഡി റുട്ടീൻ. ഞാൻ ടോട്ടൽ 11 months ആണ് റിപ്പീറ്റ് ചെയ്തിരുന്നത്. അതിൽ ആദ്യത്തെ 3 മാസം കോവിഡ് കാരണം വീട്ടിൽ ഓൺലൈനായിട്ട് ഇരുന്നിട്ടാണ് പഠിച്ചിരുന്നത്. ലാസ്റ്റ് 8 months എനിക്ക് ഓൺലൈനിൽ നിന്ന് പഠിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ ഓഫ്ലൈനായിട്ട് ഹോസ്റ്റൽസ് തുറന്നപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ടാണ് പഠിച്ചിരുന്നത്. ആദ്യത്തെ 3 മാസത്തിൽ ഇനീഷ്യൽ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിരുന്നെങ്കിൽ കൂടെ കുറച്ച് കഴിഞ്ഞപ്പം ഉഴപ്പാൻ തുടങ്ങി. ആൻഡ് എനിക്ക് കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ബാക്ക്ലോഗ്സ് ആയിട്ട് വന്നിരുന്നു. ഫോർ എക്സാമ്പിൾ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ വർക്ക് എനർജി ആൻഡ് പവർ, ഗ്രാവിറ്റേഷൻ, ഇതൊന്നും ഞാൻ തീരെ നോക്കാത്ത ചാപ്റ്റേഴ്സ് ആയിരുന്നു. എനിക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ബാക്ക്ലോഗ്സും വെച്ചുകൊണ്ടാണ് ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലോട്ട് പോകുന്നത്. ഹോസ്റ്റലിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ, ഫുൾ എഫേർട്ട് ഇട്ടിട്ട് പഠിക്കണമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ലാസ്റ്റ് 8 months പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഐ എം 100% ഷുവർ ആ ഒരു 8 monthsൻ്റെ ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും ഡിറ്റർമിനേഷനൊക്കെയാണ് എന്നെ ഇപ്പം ഒരു ഗവൺമെൻറ് MBBS സീറ്റിൽ എത്തിച്ചതും ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിൽ ആക്കി തന്നിട്ടുള്ളതും. സോ അതെങ്ങനെയാണ് പഠിച്ചതെന്ന് നോക്കാം. ഞാൻ ആദ്യമൊക്കെ ഒരു നൈറ്റ് ഓളായിരുന്നു. രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഞാൻ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റിന് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചത്. ആ പുസ്തകം എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. സോ ദാറ്റ് ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി മുതൽ, അതായത് എൻ്റെ റിപ്പീറ്റ് ഇയർ ത്രൂ ഔട്ട് എനിക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി വേണം. സോ ഞാൻ 5 o'clock മുന്നേ എണീക്കണം എന്നുള്ള രീതിക്ക് ഡിറ്റർമൈൻഡ് ആയിട്ട് ഞാൻ ആ ഒരു 8 months കംപ്ലീറ്റ് ഞാൻ രാവിലെ എണീച്ചാണ് പഠിച്ചിരുന്നത്. നിങ്ങളൊരു നൈറ്റ് ഓൾ ആണെങ്കിൽ നിങ്ങൾ ഏർലി ബേർഡ് ആവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ സ്റ്റോറി പറഞ്ഞു പോവാണേ. അപ്പോൾ രാവിലെ 4:45-5 മണിയാകുമ്പോഴേക്കൊക്കെ എണീക്കും. എന്നിട്ട് ആ ഒരു ഉറക്ക ക്ഷീണത്തിൽ നിന്ന് മാറി ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 minute വല്ല എക്സസൈസസ് ലൈക്ക് പ്ലാങ്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എക്സസൈസസ് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു 5-10 minute മെഡിറ്റേഷൻ എന്നുള്ള രീതിക്ക് ഞാൻ എൻ്റെ ബ്രീത്തിങ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. സോ ദാറ്റ് എനിക്ക് ആ ഒരു ഉറക്ക ക്ഷീണത്തിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ പഠനത്തിലോട്ട് ഫോക്കസ് ചെയ്യാനുള്ളൊരു എനർജി കിട്ടുന്നത് പോലെ തോന്നിയിരുന്നു. പിന്നെ രാവിലെ മോർണിംഗ് ആസ് എനിക്ക് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും സബ്ജക്ട്സും ആയിരുന്നു മോർണിംഗ് ആസ് ഫോക്കസ് ചെയ്തിരുന്നത്. മെയിൻലി ഞാൻ ഇനോർഗാനിക് കെമിസ്ട്രി, ബയോളജി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് രാവിലെ നോക്കുന്നത്. കാരണം എനിക്ക് ഈ ബയോളജിയൊക്കെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നൈറ്റിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് എനിക്ക് വേഗം മൈൻഡ് ഔട്ട് ആയിപ്പോകും. എന്നാൽ ഫിസിക്സ് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഐ വാസ് വെരി ഹാപ്പി ഡൂയിങ് ഫിസിക്സ് ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നു. അത് ഞാൻ അധികവും ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരുന്നു നോക്കാറുണ്ടായിരുന്നത്, ഈവനിങ് നൈറ്റൊക്കെ ആകുമ്പം. എനിവേസ് മോർണിംഗ് ആസിൽ എപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അത് മോർണിംഗ് ആസ് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആവുന്ന ടൈം ഏതാണോ ആ സമയത്ത്. പിന്നെ ഞങ്ങൾക്ക് അന്നേരം കോവിഡ് ആയതുകൊണ്ട് തന്നെ ഈതർ രാവിലെ തൊട്ട് ഉച്ച വരെ ആയിരിക്കും ക്ലാസ്, അല്ലെങ്കിൽ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ആയിരിക്കും, ചിലപ്പം ഫുൾ ഡേ ക്ലാസ് ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ഫിക്സഡ് റൂട്ടീൻ ആയിരുന്നില്ല. എനിവേസ് ഇപ്പം നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ക്ലാസ് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാം. ഞാൻ പറയട്ടെ, ഞാൻ റിപ്പീറ്റിന് പഠിക്കുന്ന സമയത്ത് ഞാനൊരു 50% എഫേർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ബാക്കി 50% എനിക്ക് കിട്ടിയിട്ടുള്ള, എനിക്ക് ആ ഒരു നോളജും അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഒക്കെ കിട്ടിയിട്ടുള്ളത് ക്ലാസ്സസിലൂടെയാണ്. കാരണം ഞാൻ അത്രയ്ക്കും ഫോക്കസ്ഡ് ആയിട്ട് ക്ലാസ്സിലിരിക്കുകയായിരുന്നു. എനിക്ക് എന്തൊക്കെ ഡൗട്ട്സ് വരുന്നു അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിലാവാതിരിക്കുക, അപ്പം ഞാൻ ഡൗട്ട് ചോദിക്കുമായിരുന്നു. നമ്മളെന്തായാലും അത്രയും പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ, അയ്യോ ഞാനിപ്പോൾ ഈ ഡൗട്ട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്ന സാധനമായിരിക്കും, അപ്പം ഞാൻ ചോദിച്ചാൽ സാറെന്ന് വിചാരിക്കും, കുട്ടികളെന്ന് വിചാരിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലിയർ ആവാതുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക. ക്ലാസ്സിൽ തന്നെ ആ ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ 80% സാധനങ്ങളും പഠിക്കാൻ നോക്കുക. ഇനി ക്ലാസ് കഴിഞ്ഞ് ഈവനിങ് ഹോസ്റ്റലിൽ എത്തിയാൽ ഒബ്വിയസ്ലി നമ്മൾ ടയേർഡായിരിക്കും. അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നത് മാൻഡേറ്ററി ആണ്. കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഭയങ്കര ലോങ് ആസ് ഒന്നും ഇരുന്ന് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഇടയ്ക്കൊക്കെ റെസ്റ്റ് ഒക്കെ വേണം. അപ്പം ഞാനൊരു 1/2 മണിക്കൂറോ
മുക്കാൽ മണിക്കൂർ എനിക്ക് തോന്നുന്ന രീതിക്ക് ഞാൻ എന്താ ഒന്ന് ഫ്രഷായി കുറച്ച് നേരം ചായ കുടിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആവുമായിരുന്നു. ഇനി അടുത്ത സ്റ്റഡി സെഷൻ, അതായത് ഈവനിങ് നമ്മൾ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം പഠിക്കാനിരിക്കുന്നത്. മെയിൻലി ഈവനിങ് ടു നൈറ്റ് സമയത്ത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അന്ന് എന്താണോ നമ്മുടെ ക്ലാസ്സസിൽ പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് അത് തന്നെയായിരുന്നു. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഒരു 80% സാധനങ്ങൾ ക്ലാസ്സിൽ നിന്ന് പ്രോപ്പറായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയത്തിൽ ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഓൾറെഡി കിടക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ ക്ലാസ്സിൽ നിന്ന് അന്നിപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ക്ലാസ്. അപ്പോൾ ഞാൻ എപ്പോഴും അന്നന്ന് പഠിപ്പിച്ച സാധനങ്ങൾ അന്നന്ന് പഠിക്കാൻ നോക്കിയിരുന്നു. ഇനി ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു 3 മാസം ആദ്യം ഉഴപ്പിയതിൻ്റെ കുറച്ച് ബാക്ക്ലോഗ്സും കൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിലോട്ട് പോയത്. അപ്പോൾ ആ ബാക്ക്ലോഗ്സ് എങ്ങനെയാണ് തീർത്തുന്നത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞുതരാട്ടോ. ഇനി വീക്കിലി എക്സാംസ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് മൺഡേ ടു സാറ്റർഡേ ക്ലാസ്സസ് ആയിരിക്കില്ലേ. അപ്പം സാറ്റർഡേ വരെ അന്നന്ന് എടുത്ത ചാപ്റ്റേഴ്സ് ഞാൻ എന്തായാലും പഠിച്ചു പോകാറുണ്ട്. ഇനിയിപ്പോൾ വീക്കിലി എക്സാമിന് ചിലപ്പം ആ വീക്കിലെടുത്ത ചാപ്റ്റർ ആയിരിക്കില്ല, ചിലപ്പോൾ കഴിഞ്ഞ വീക്കിലെടുത്ത ചാപ്റ്റർ ഒക്കെ ആയിരിക്കും. പക്ഷേ ആ കഴിഞ്ഞ വീക്കിലെടുത്ത ചാപ്റ്റർ അന്നന്ന് പഠിച്ചു പോയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ട്. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അന്നന്ന് ക്ലാസ്സിലെടുത്ത ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിക്ക്. ഞാൻ ഒരുപാട് വീഡിയോസ് ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, കെമിസ്ട്രി എങ്ങനെയാണ്, ബയോളജി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്ത് ഇത് ഭയങ്കര ലെങ്തി ആക്കുന്നില്ല. ഇഫ് നിങ്ങൾക്ക് അതെങ്ങനെ പഠിക്കേണ്ടതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് നിങ്ങൾക്ക് കാണാം. എനിവേസ് നിങ്ങൾ വീക്ക്ലി എക്സാമിന് പഠിക്കുന്ന സമയത്ത് NCERT നല്ലോണം പഠിക്കുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിനെയും അതിൻ്റെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെലക്ട് ചെയ്ത് നല്ലതായിരിക്കും. കാരണം ഒരു ദിവസം ക്ലാസ് എടുത്താൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, അതിൻ്റെ ആദ്യത്തെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ തീർന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഗൈഡ്സ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി വീക്കിലി എക്സാമിന് എൻ്റെ ഓർമ്മയിൽ എനിക്ക് സൺഡേസ് ലീവായിരുന്നു, എന്നിട്ട് മൺഡേയിലായിരുന്നു വീക്കിലി എക്സാം നടന്നിരുന്നത്. അപ്പോൾ സൺഡേ ഞാൻ കംപ്ലീറ്റ് ഈ വീക്കിലി എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇരിക്കുക. എന്നിട്ട് മൺഡേ എക്സാം എഴുതി പിന്നെയും അടുത്ത വീക്കിൽ ഇതേ റൂട്ടീൻ, അതായത് ഓരോ വീക്കിലും അന്നന്ന് എടുക്കുന്ന ചാപ്റ്റേഴ്സ് അന്നന്ന് തന്നെ പഠിച്ചു പോവുക. ദെൻ വീക്കിലി എക്സാമിൻ്റെ തലേന്നത്തെ ദിവസം കംപ്ലീറ്റ് ഈ ചാപ്റ്റേഴ്സ് വീക്കിലി എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുമായിരുന്നു. ഞാൻ നീറ്റ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, എൻ്റെ സ്ട്രെങ്ത്സും എൻ്റെ ലോസും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു നീറ്റ് എക്സാം ഓൾറെഡി ക്രാക്ക് ചെയ്തൊരു മെഡിക്കോ എന്നെ ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു ഓണസ്റ്റ്ലി. എന്നാൽ അന്ന് എനിക്ക് അങ്ങനത്തെ ഒരു മെന്റർഷിപ്പ് പ്ലാറ്റ്ഫോം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ മെഡിക്കോസ് ഡിസൈൻ ചെയ്ത മെഡിക്കോസ് റൺ ചെയ്യുന്ന ഒരു അമേസിംഗ് മെന്റർഷിപ്പ് പ്ലാറ്റ്ഫോം ഉണ്ട്. NEETverse എന്നാണ് ഈ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിൻ്റെ പേര്. കൺസിസ്റ്റന്റ് ട്രാക്കിങ്ങും മോട്ടിവേഷനും പേഴ്സണൽ അറ്റൻഷനും ഒക്കെ നീറ്റ് ആസ്പിറൻസിന് കൊടുത്തുകൊണ്ട് അവരുടെ മാർക്സ് ഹൈയിൽ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 1-to-1 ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പാണ്. അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ട്രെങ്സും ലോസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മെന്റർഷിപ്പാണ്. ആൻഡ് ഇത് നടത്തുന്നത് നീറ്റൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള മെഡിക്കോസ് തന്നെയാണ്. സോ ആ ഒരു പാത്ത് കൂടെ പോകുന്നത് എത്ര ഡിഫിക്കൽട്ടാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരുന്നത്. ഓരോ വീക്കിലും അവർ ക്വിസസ് നടത്തും. ആൻഡ് ഈ ക്വിസസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ഭയങ്കര കെയർഫുള്ളി പിക്ക് ചെയ്തെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് അത് നിങ്ങളെ റിവൈസ് ചെയ്യാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും കൂടാണ്ട് പ്രോഗ്രസ് ഫ്ലെക്സ് വീക്കെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ പ്രോഗ്രസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കുറേ ഇനീഷ്യേറ്റീവ്സ് അവർ ഈ ഒരു മെന്റർഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അവരുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അവർ ക്വാണ്ടിറ്റിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓരോ മെന്ററും മാക്സിമം 3 നീറ്റ് ആസ്പിറൻസിന് വരെ അവർ ഹാൻഡിൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം കെയറും അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് പോലും ഇഗ്നോർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലോസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാതെ അവർ നോക്കും. അതുകൂടാതെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ആണ്. വെറും 499 ആണ് അവരൊരു മാസത്തേക്ക് വാങ്ങുന്ന ഫീസ്. ഇതൊന്നും കൂടാണ്ട് കുറേ ഡിസ്കൗണ്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഡെസ്പൈറ്റ് ദ ലോ ഫീ, സ്റ്റുഡൻസിന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പും ഒരു സ്ട്രക്ചേർഡ് പ്ലാനിങ്ങും കണ്ടിന്യൂസ് ഗൈഡൻസും ഒക്കെ കിട്ടുന്നതായിരിക്കും. അവരുടെ ഗോൾ എന്ന് പറയുന്നത് ടു മേക്ക് ദ മെന്റർഷിപ്പ് ആക്സസിബിൾ ഫോർ ഓൾ സ്റ്റുഡൻസ്. അതുകൊണ്ട് തന്നെ കുറേ ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അവരുടെ റിവ്യൂസ് ഒക്കെ വായിച്ചിരുന്നു. ഭയങ്കര സേഫ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഭയങ്കര നോൺ ജഡ്ജ്മെന്റലൊക്കെ ആയിട്ട് എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനും അല്ലെങ്കിൽ ഒരു എനർജിയൊക്കെ കൊടുക്കുന്ന രീതിക്കുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഹെസിറ്റേഷൻസ് ഒന്നും കൂടാണ്ട് അവരുടെ ഡൗട്ട്സും അവരുടെ സ്ട്രഗിൾസും അവരുടെ കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് NEETverse എന്ന് പറയുന്നത്. ഓരോ കുട്ടിക്കും പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നതിന് എന്തെങ്കിലുമൊക്കെ റൂട്ട് കോസസ് ഉണ്ടാവും. അപ്പോൾ അവർ ആ റൂട്ട് കോസസ് കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പും ഗൈഡൻസും ത്രൂ ഔട്ട് ദ ഇയർ അവർ പ്രൊവൈഡ് ചെയ്യും. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ഓൾ ദ നീറ്റ് ആസ്പിറൻസ് ഔട്ട് ദെയർ.
നിങ്ങൾക്ക് NEETverseന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻഡ് കമൻറ്റിലും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് ദം. അടുത്ത കാര്യം, ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, എങ്ങനെയാണ് ബാക്ക്ലോഗ്സ് തീർത്തത്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 3 മാസം കുറച്ച് ഉഴപ്പിയതിൻ്റെ കുറച്ച് ബാക്ക്ലോഗ്സ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ലൈക്ക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ വർക്ക് എനർജി പവർ, ഗ്രാവിറ്റേഷൻ, അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് എനിക്ക് വലിയ ഐഡിയയേ ഇല്ലായിരുന്നു. പിന്നെ ആദ്യമൊക്കെ പഠിച്ച ചാപ്റ്റേഴ്സ് കുറേയൊക്കെ മറന്നു പോയിരുന്നു. എന്നാൽ ഈ ചാപ്റ്റേഴ്സ് ആയിരുന്നു മെയിനായിട്ട് എനിക്ക് ഒരു ഐഡിയ ഉണ്ടാവാതിരുന്നൊരു ചാപ്റ്റേഴ്സ്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 2 മാസമൊക്കെ കംപ്ലീറ്റ്ലി അന്നന്ന് പഠിക്കുന്നത് മാത്രം പഠിക്കും. ഈ പെൻഡിങ് ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഞാനങ്ങനെ ബോധേഡ് ആയിരുന്നില്ല. ഏതെങ്കിലും ഒരു സമയത്ത് പഠിച്ച് തീർക്കുന്നുള്ളൊരു ബിലീഫ് ഇങ്ങനെ പോയി. പക്ഷേ പിന്നെ 1 മാസം കഴിഞ്ഞാൽ മോഡൽ എക്സാമാന്നൊക്കെ അനൗൺസ് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ആ ഒരു മാസത്തിനുള്ളിൽ, അതായത് ഈ മോഡൽ എക്സാംസ് ഒക്കെ വരുന്നതിന് മുന്നേ എനിക്ക് ഈ പെൻഡിങ് ചാപ്റ്റേഴ്സൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും പഠിച്ചു തീർക്കണം. എന്നാൽ മാത്രമാണ് എനിക്ക് മോഡൽ എക്സാംസിന് അത് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ആദ്യത്തെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ മോഡൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി എങ്ങനെയാണ് അന്നന്ന് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം ഈ ബാക്ക്ലോഗ്സ് തീർത്തത് എന്ന് പറഞ്ഞുതരാം. ഒരിക്കലും നിങ്ങൾ ബാക്ക്ലോഗ്സ് തീർക്കാൻ വേണ്ടിയിട്ട് അന്നന്ന് പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സ് പഠിക്കാതെ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് 2-3 ദിവസം ബാക്ക്ലോഗ്സ് പഠിക്കാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് വിടരുത്. ഞാൻ എങ്ങനെയായിരുന്നു ബാക്ക്ലോഗ്സ് കവർ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ചു പോകും. പ്ലസ് എക്സ്ട്രാ ഒരു 1 hour അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോ അല്ലെങ്കിൽ ചിലപ്പം വേഗം വന്ന് പഠിച്ചു കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറോ അങ്ങനെ കുറച്ച് സമയം ഡെയിലി ഈ ബാക്ക്ലോഗ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും. ഇപ്പോൾ ചില ചാപ്റ്റേഴ്സിനൊക്കെ നിങ്ങൾ ക്ലാസ്സേ കണ്ടിട്ടുണ്ടാവില്ല, ചിലതിന് ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് ചെയ്യാനോ അല്ലെങ്കിൽ തിയറി പഠിക്കാനൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടാക്കുക. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോസാണ് കണ്ടു തീർക്കാനുള്ളത്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇപ്പം നിങ്ങൾക്ക് ബയോളജിയൊക്കെയാണ് പഠിക്കാൻ ബാക്കിയുള്ളതെന്നുണ്ടെങ്കിൽ വീഡിയോസ് അധികം കാണാൻ ഞാൻ എൻകറേജ് ചെയ്യുന്നില്ല. കാരണം കുറേ ടൈം പോകും. ആ സമയത്ത് നിങ്ങൾ 1-2 തവണ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ അത്യാവശ്യം ഐഡിയ കിട്ടും. ഇനി മനസ്സിലാവാത്ത കാര്യം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നതായിരിക്കും നല്ലത്, സോ ദാറ്റ് നിങ്ങൾക്ക് കുറേ ടൈം ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ 2x വീഡിയോ കാണാൻ നോക്കുക, നിങ്ങളുടെ ഒരു ഗ്രാസ്പിംഗ് പവറും സ്പീഡും ഒക്കെ വെച്ച് നോക്കിയിട്ട്. എനിക്ക് കുറച്ച് വീഡിയോസ് കണ്ടു തീർക്കാനുണ്ടായിരുന്നു, പിന്നെ എല്ലാ ചാപ്റ്റേഴ്സിനെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ എന്നും കുറച്ച് ടൈം ഈ ബാക്ക്ലോഗ്സ് കവർ ചെയ്യാൻ വേണ്ടി കൊടുത്ത് ഫൈനലി അത് ഈ മോഡൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പഠിച്ചു തീർക്കാൻ പറ്റിയിരുന്നു. നിങ്ങൾ ബാക്ക്ലോഗ്സ് കവർ ചെയ്യുമ്പം ഇപ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുക്കാം. അപ്പം ഞാൻ എൻ്റെ കേസിൽ ഇക്വിലിബ്രിയം എടുത്തു എന്ന് വിചാരിക്കാം. ഇക്വിലിബ്രിയം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമായിരുന്നു ഞാൻ അടുത്ത ചാപ്റ്ററിനെ പറ്റി ചിന്തിക്കുള്ളൂ. ഇപ്പോൾ അടുത്തത് വർക്ക് എനർജി പവർ ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു ഞാൻ ചെയ്യുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറേ പേർക്ക് ബാക്ക്ലോഗ്സ് ഉണ്ട്. ഈവൻ ടോപ്പേഴ്സിനായിട്ടുള്ള കുട്ടികൾക്ക് പോലും ബാക്ക്ലോഗ്സ് ഉണ്ട്. ബാക്ക്ലോഗ്സ് എന്തായാലും വരും. നമുക്ക് എല്ലാ സമയത്തും അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില ദിവസങ്ങളിലൊക്കെ ഡൗൺ ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ വരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ടു മച്ച് സ്ട്രെസ്ഡ് ആവരുത്. അതായത് നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഇപ്പം അന്നന്ന് പഠിപ്പിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ അഗെയിൻ പഠിക്കാതെ പോവരുത്. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡിൽ അന്നന്ന് പഠിപ്പിക്കുന്ന സാധനങ്ങൾ അന്നന്ന് പഠിച്ചതിന് ശേഷം ബാക്കി വരുന്ന കുറച്ച് സമയം മാത്രം ബാക്ക്ലോഗ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇല്ലെങ്കിൽ കംപ്ലീറ്റ് മെസ്സാവും. അതായത് ഇപ്പം അന്നന്ന് പഠിപ്പിക്കുന്ന സാധനവും പിന്നെ ബാക്ക്ലോഗ്സ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ പ്രാന്താവും. ഓക്കെ, ഇഫ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ. ഇഫ് കുറേ പേർക്ക് ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നന്നായിട്ട് പഠിക്കും, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഞാനും നീറ്റ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു. എപ്പോഴും ഡൗട്ടായിരുന്നു, കിട്ടുമോ ഇല്ലയോ. പക്ഷേ ഇപ്പോൾ ഇതൊരു 4 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 3rd year MBBS പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറും is waiting for you. Just believe in yourself and ഓരോ ദിവസവും കഴിഞ്ഞ ദിവസത്തേക്കാളും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക. നല്ല രീതിക്ക് മൈൻഡ്ഫുൾ ആയിട്ട്, ഡിറ്റർമൈൻഡ് ആയിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഇൻട്രസ്റ്റോടെ പഠിക്കാൻ നോക്കുക. ആൻഡ് സക്സസ് ഈസ് there waiting for you. Thank you so much for watching this video and please do comment, share and subscribe to my channel. Bye.